Hello all. In this video, we'll discuss the topic letter writing. In your textbook, in the last unit, Writing for Professional Purposes Part 2, you have to learn 3 kinds of letters. You need to learn how to write a personal letter, a formal letter, and a cover letter. You might be already familiar with personal letter and formal letter. You have been writing and learning about personal and formal letter in from a very small age onwards. The most important part in this letter writing is a cover letter. കവർ ലെറ്റർ ആണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ പോർഷൻസ് ദാറ്റ് മൈറ്റ് ബി ആസ്ക്ഡ് ഫോർ എക്സാംസ്. കവർ ലെറ്ററും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കരിക്കുലം വീറ്റയും ആണ് ചോദ്യം വരാൻ സാധ്യതയുള്ള 2 ഭാഗങ്ങൾ. Okay, anyway, we'll discuss all 3 kinds of letters, and since you are familiar with personal letters and formal letter, we'll just discuss the format of those letters. So before writing a letter, in the letter ആണെങ്കിലും ഇനി personal ആണെങ്കിലും professional ആണെങ്കിലും ശരി, whenever you are writing a letter, you need to plan before writing it. Okay, especially for a formal letter or a cover letter. ഇതിന് രണ്ടിനും നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് പ്രോപ്പർ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ട്രൈ ആൻസറിങ് 3 questions. What is the subject of your letter? Who is your audience or who will be receiving your letter? What is the purpose of your letter? നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതുന്നത്, അതായത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതുന്നത്, അതേപോലെ തന്നെ ആർക്കാണ് നിങ്ങൾ എഴുതുന്നത്, who are you addressing this letter to, and what is the purpose of your letter? ഈ 3 കാര്യങ്ങളെ കുറിച്ചും നല്ലൊരു ധാരണ ഇല്ലാതെ ഒരു ലെറ്റർ എഴുതാൻ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഓക്കെ, ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ ക്ലാസ് വെക്കാതിരിക്കാനുള്ളൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ, അപ്പം എന്താണ് ടോപ്പിക്, എന്താണ് സബ്ജക്റ്റ്? ഹോളിഡേയ്സിൽ ക്ലാസ് വെക്കാതിരിക്കുന്നതാണ്, അതിനുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഹൂ ഇസ് യുവർ ഓഡിയൻസ്? അത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ചിലപ്പം രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ VCക്കോ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഇനി അല്ല ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഇനി ഒരു ബാങ്കിലേക്കുള്ള ലെറ്റർ ആണെങ്കിൽ ചിലപ്പോൾ ഇറ്റ് വിൽ ബി അഡ്രസ് ടു എ ബാങ്ക് മാനേജർ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ FD ക്ലോസ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി അഡ്രസ് ടു ദ ബാങ്ക് മാനേജർ. ആൻഡ് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ ലെറ്റർ? എന്താണോ പേർപ്പസ്, അതായത് ഫീസ് കുറയ്ക്കാനാണെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പേർപ്പസ്. FD ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പേർപ്പസ്. അപ്പൊ ആ പേർപ്പസ് ആദ്യം തന്നെ നിങ്ങളുടെ ലെറ്ററിൽ വരുന്നത് പോലെ വേണം എഴുതാൻ. അതർവൈസ് ഇറ്റ് വിൽ ബി വെരി കൺഫ്യൂസിങ് ഫോർ ദ reader or the recipient of the letter. Gather all the information available. ഇപ്പൊ FD ക്ലോസ് ചെയ്യാന്നാണ് വിചാരിക്കുക, ലെറ്റർ ഇസ് അബൌട്ട് ക്ലോസിങ് ആൻ FD. യു നീഡ് ടു ഗ്യാദർ ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ അബൌട്ട് ഇറ്റ്. അതായത് ഒരു FD എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം എന്നല്ല, നിങ്ങളുടെ FD നമ്പർ എന്താണ്, FDക്ക് എത്ര എമൗണ്ട് ഉണ്ട്, പലിശ എത്രയുണ്ട്, അത് എന്ന് ക്ലോസ് ചെയ്യേണ്ട FD ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മെച്യൂർ ആവുന്നതിന് മുമ്പേ ആണോ, മെച്യൂർ ആയതിനു ശേഷമാണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഫീസ് കുറയ്ക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ ഫീസ് എത്ര, ഫീസ് എന്നടയ്ക്കേണ്ടതായിരുന്നു, ബാക്കിയുള്ള കോളേജുകൾ എന്താണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ, എന്തുകൊണ്ടാണ് നിങ്ങളത് കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ കയ്യിൽ എത്തിയതിനു ശേഷം മാത്രം ഒരു ലെറ്റർ എഴുതാനിരിക്കാം. മേക്ക് എ സിമ്പിൾ 1, 2, 3 ഔട്ട്ലൈൻ ഓഫ് ദ പോയിന്റ്സ് യു നീഡ് ടു കവർ. കൃത്യമായിട്ട് എന്തൊക്കെ പോയിന്റ്സ് കവർ ചെയ്യണം, 1 ഇത്, 2 ഇത്, 3 ഇത്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ അറിയണം. ഇങ്ങനെ പറയാൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ലെറ്റർ എഴുതാൻ ഇരിക്കാൻ പാടുള്ളൂ. Now you can start writing the letter. So first we'll look at a personal letter. You can write a personal letter for any kind of purpose. അതായത് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ലെറ്ററിന് റിപ്ലൈ അയക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, വെറുതെ ഒരു ലെറ്റർ അയക്കാം, റിക്വസ്റ്റിംഗ് സംതിങ്. യു ക്യാൻ റൈറ്റ് ലെറ്റർ ടു ഗിവ് ന്യൂസ് ഓർ ഇൻവൈറ്റ് സംവൺ. എന്തിനു വേണമെങ്കിലും ഒരു പേഴ്സണൽ ലെറ്റർ എഴുതാം. ഇറ്റ് ഇസ് പേഴ്സണൽ. ഓക്കെ, ദ ഫോമാറ്റ് എന്ന് പറയുന്നത് എവറിത്തിങ് മസ്റ്റ് ബി aligned to the left margin.
ടോപ്പ് ഫ്രം അഡ്രസ് മുതൽ അവസാനത്തെ എന്താ പറയാ സിഗ്നേച്ചർ യോസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതി സിഗ്നേച്ചർ ഇടുന്നത് വരെയും നിങ്ങളുടെ ലെറ്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കണം. In the top left hand corner of the page, you can give your address and date in എഴുതിയിട്ടുണ്ട്. Date comes in the date. You can write your address and date. And address എന്ന് പറയുന്നത് you needn't write the whole address. You can just write the place and date. അതായത് നിങ്ങൾ കോഴിക്കോടാണ് എങ്കിൽ കോഴിക്കോട് എന്ന് എഴുതിയിട്ട് ഡേറ്റ് ഇടാം. ഓക്കെ, നിങ്ങളുടെ വീട്ടുപേര്, എല്ലാ അഡ്രസ്സ് അങ്ങനെ കൃത്യമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. Look at this sample. This person has given the whole address. ഓക്കെ, ഇനിയിപ്പോൾ ഷാലിമാർ ഭാഗ് എന്ന് മാത്രം എഴുതിയിട്ട് ഡേറ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, then comes the salutation. Dear Himanshu or dear friend എന്ത് വേണേലും നിങ്ങൾക്ക് എഴുതാം. then break it into paragraph. എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ഇൻവിറ്റേഷൻ ആണ് അയക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രീറ്റിംഗ്സ് ആണ് അയക്കുന്നതെങ്കിൽ അത് ആദ്യം തന്നെ പറയാം. പേർപ്പസ് ഉണ്ടെങ്കിൽ express that purpose or convey the purpose, convey your message in the first paragraph itself. Then break it into paragraph. Whenever you're writing a letter, personal or professional, try to break it into paragraph. It will make your letter more readable. ഓക്കെ, കാണുന്നവർക്ക് പെട്ടെന്ന് വായിക്കാൻ തോന്നുന്ന രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പേർപ്പസ് പറയാ. ചേഞ്ച് ഓഫ് ടോപ്പിക് ഉണ്ടെങ്കിൽ അത് അടുത്ത ഒരു പാരഗ്രാഫിലേക്ക് കൊണ്ടുവരാം. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ആദ്യത്തെ പാരഗ്രാഫിൽ ഹൗ ആർ യു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. സെക്കൻഡ് പാരഗ്രാഫിലാണ് സമ്മർ ബ്രേക്ക് തുടങ്ങുന്നുണ്ട്. ആൻഡ് വാട്ട് ആർ ഹിസ് വാട്ട് ആർ ഹർ പ്ലാൻസ് ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ് എന്നുള്ള കാര്യം പറയുന്നത്. ദെൻ ഫൈനലി ഷീ സെസ് ഗുഡ് ബൈ, പേ മൈ റിഗാർഡ്സ് ടു അങ്കിൾ ആൻഡ് ഓൺ ആൻഡ് ഗിവ് മൈ ലവ് ടു നേഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് കൺക്ലൂഡ് ചെയ്യാണ്. യോസ് എഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. യു ക്യാൻ യൂസ് എനി കൈൻഡ് ഓഫ് കൺക്ലൂഡിങ് ഫ്രേസസ് ലൈക്ക് ലവ്, വിത്ത് ലവ്, സീ യു സൂൺ, ഓൾ മൈ ലവ്, ബെസ്റ്റ് വിഷസ്, റിഗാർഡ്സ്, ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെറ്റർ എൻഡ് ചെയ്യാം. ഇനി നിങ്ങൾ ലെറ്ററിൽ എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് PS. PS മീൻസ് പോസ്റ്റ് സ്ക്രിപ്റ്റ്. ഓക്കെ, P.S. എന്നിട്ടതിന് ശേഷം ഒരു ഹൈഫൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയ കാര്യം പറയാവുന്നതാണ്. ഓക്കെ, നൗ you can go through the example later when I share the PDF with you. Formal letter. Formal letterൽ we have the same format. നിങ്ങളും ഒരുപാട് ഫോർമൽ ലെറ്റർ ഓൾറെഡി എഴുതി പഠിച്ച് ശീലം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഫോർമൽ ലെറ്ററിൽ നമ്മളെല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് വെക്കുന്നത്. ഫസ്റ്റ് വി ഹാവ് ദ ഫ്രം അഡ്രസ്. നമ്മൾ സെൻഡർ ആരാണോ ആ സെൻഡറിന്റെ അഡ്രസ് ആണ് ആദ്യം എഴുതുക, വിത്തൗട്ട് നെയിം. ഓക്കെ, പേര് എഴുതണം നിർബന്ധമില്ല, പേര് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സെൻഡറിന്റെ അഡ്രസ് ആദ്യം കൊടുക്കുക. ദെൻ ഇൻ ദ നെക്സ്റ്റ് ലൈൻ കംസ് ഡേറ്റ് ആൻഡ് ദെൻ കംസ് ടു അഡ്രസ്. ആർക്കാണോ ഇത് അഡ്രസ് ചെയ്യുന്നത് അയാളുടെ ടു ആ ഒരു അഡ്രസ്സും കൊടുക്കുക. ലൈക്ക് ഇഫ് യു ആർ സെൻഡിങ് ഇറ്റ് ടു എ ബാങ്ക് മാനേജർ, യു ഹാവ് ടു റൈറ്റ് ടു ദ ബാങ്ക് മാനേജർ, വിച്ച് ബാങ്ക് ആൻഡ് വിച്ച് ബ്രാഞ്ച്. ഇതാണ് അഡ്രസ് എന്ന് പറയുന്നത്. നെയിം, പൊസിഷൻ. നെയിം അറിയെങ്കിൽ നെയിം കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ദ പൊസിഷൻ. ടു ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ടു ദ പ്രിൻസിപ്പൽ, ടു ദ മാനേജർ എന്നൊക്കെ പറയുന്ന പോലെ. Then address of the person to whom it is written. Then comes the subject. ഒരു സിംഗിൾ ലൈനിൽ എന്താണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയാം. ഒരു FD ക്ലോസ് ചെയ്യാനാണെങ്കിൽ റിക്വസ്റ്റ് ഫോർ ക്ലോസിങ് FD ഡേറ്റഡ് ഇന്നത് അല്ലെങ്കിൽ നമ്പർ ഇന്നത് അങ്ങനെ പറയാം. ഫീസ് കുറയ്ക്കാനാണെങ്കിൽ റിക്വസ്റ്റ് ഫോർ റെഡ്യൂസിങ് ദ ഫീസ്, സെമിസ്റ്റർ ഫീസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ദെൻ സല്യൂട്ടേഷൻ. ഡിയർ സർ ഓർ മാഡം. ഡിയർ പേര് അറിയുമെങ്കിൽ പേര് വെക്കാം, സർ എന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് ആളെ അറിയുമെങ്കിൽ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് കൊടുക്കാം. ഇനി ആരാണെന്ന് അറിയില്ല, സർ ആണോ മാഡം ആണോ എന്നറിയില്ല, കൺഫ്യൂഷൻ ആണെങ്കിൽ ഡിയർ സർ ഓർ മാഡം എന്ന് കൊടുക്കുന്നതിലും തെറ്റില്ല. ബിഗിൻ ദ ലെറ്റർ വിത്ത് ദ പേർപ്പസ് ഓർ റെഫറൻസ് ഇഫ് എനി. കൃത്യമായിട്ടൊരു റെഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് മുന്നേ എന്തെങ്കിലും ലെറ്റർ അയച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പരസ്യത്തിനുള്ള റെസ്പോൺസ് ആയിട്ടോ ഒക്കെ ആണെങ്കിൽ ആ പരസ്യത്തിന്റെ റെസ്പോൺസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുന്നേ അയച്ച ലെറ്ററിന്റെ ഒരു നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ആ റെഫറൻസ് വെച്ചുകൊണ്ട് കാര്യം പറയാം, ആദ്യം തന്നെ കാര്യം പറയാം.
And be brief but give all necessary information. വളരെ ബ്രീഫായിട്ടാണ് ഒരു ഫോമൽ ലെറ്റർ എഴുതേണ്ടത്. കുറേ എഴുതിയാൽ അത് ഒരിക്കലും വായിച്ചു നോക്കാനുള്ള ടൈം എന്താ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് അത് വായിക്കാനുള്ള സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ബി ബ്രീഫ്, ഓൾവേസ് ബി ബ്രീഫ്. പാരഗ്രാഫ് എന്ന് പറയുന്നത് ഫോമൽ ലെറ്ററിൽ ഇറ്റ് ഈസ് 1 or 2 lines. ഓക്കെ, അപ്പൊ നിങ്ങൾ പാരഗ്രാഫ്സ് എഴുതുകയാണെങ്കിലും കീപ് ഇറ്റ് മിനിമം. കൺക്ലൂഡ് ദ ലെറ്റർ വിത്ത് യോഴ്സ് സിൻസിയർലി. ഓക്കെ, മറ്റ് ഒരു യോഴ്സ് ഫെയ്ത്ത്ഫുള്ളിന്നോ യോഴ്സ് ലവിംഗ്ലിന്നോ ഒന്നും ഉപയോഗിക്കാതെ യൂസ് ഓൾവേസ് യോഴ്സ് സിൻസിയർലി. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഫോമൽ ലെറ്റർ. നിങ്ങൾ ഇതൊരു സാമ്പിൾ ആണ്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് വെൻ ഐ ഷെയർ ദ PDF. Then there is, I have also given a format for formal letter. You can also go through it when I share the PDF. Cover letters. ഇതാണ് നമ്മളുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. Cover letter is basically a formal letter. A cover letter is one-page document that you submit as part of your job application. നിങ്ങളുടെ CV, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കരിക്കുലം വീറ്റെ പഠിക്കുമ്പോൾ പറഞ്ഞു, കരിക്കുലം വീറ്റെ കൊടുക്കുമ്പം അതിന് മുന്നിൽ വെക്കുന്ന കവർ ലെറ്റർ ആണ് നമ്മൾ ഓരോ ജോബ് ആപ്ലിക്കേഷനും അനുസരിച്ച് മാറ്റുന്നത്. Okay, so cover letter is actually a formal letter which we attach along with the CV, in front of the CV. Okay, its purpose is to introduce you and briefly summarize your professional background. വളരെ ബ്രീഫായിട്ട് നിങ്ങൾ ആരാണ് എന്നും നിങ്ങളുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നും എക്സ്പീരിയൻസ് എന്താണ് എന്നും വളരെ ബ്രീഫും സ്പെസിഫിക്കും ആയിട്ട് പറഞ്ഞു വെക്കുന്നതാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. On average, your cover letter should be from 250 to 400 words long. A good cover letter can spark the HR manager's interest and get them to read your resume. On the other hand, a bad cover letter might mean that your application is going directly to the paper shredder. നല്ലൊരു കവർ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമെ വായിക്കാൻ ഒരു HR മാനേജറെ പ്രേരിപ്പിക്കും. Reading the resume, only after reading the resume can he invite you for a interview. അപ്പം കവർ ലെറ്റർ എത്ര നന്നാവുന്നോ, എത്ര കൺവിൻസിങ് ആവുന്നോ HR മാനേജർ നിങ്ങളുടെ റെസ്യൂമെ അത്രയും നന്നായിട്ട് വായിക്കും. ഇല്ലെങ്കിൽ if the cover letter is very bad, the HR manager might throw your CV along with the cover letter into the waste basket. Okay, it is also important to proofread your cover letter thoroughly. അതായത് നിങ്ങളുടെ കവർ ലെറ്ററിലും റെസ്യൂമയിലും ഒറ്റ മിസ്റ്റേക്സ് പോലും ഇല്ലാതെ വരാൻ നോക്കണം. ഇറ്റ് സ്പീക്സ് വോള്യൂംസ് അബൌട്ട് യു. ലൈക്ക് നിങ്ങളുടെ കവർ ലെറ്ററിൽ ഒരു ടൈപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ it tells that you are very careless about such serious things. ഒരു ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതും കവർ ലെറ്റർ എന്ന് പറയുന്നതും സില്ലി കാര്യമല്ല. അപ്പൊ അതിലൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ it says how silly you have been taking this idea of cover letter or how irresponsible and careless you are. അപ്പോൾ ഒരിക്കലും അതിലൊരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ വേണം അതിനെ പ്രൂഫ് റീഡ് ചെയ്യാൻ. It helps to assess the ability of the applicant to write clearly and concisely. അതും ഒരു പോയിന്റ് ആണ്. നിങ്ങളുടെ കവർ ലെറ്റർ എത്ര നല്ലതാണോ അത്രയും കൺവിൻസിങ് ആയിരിക്കും HR മാനേജറിന് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവറും. Okay, now 5 things recruiters look for in cover letters. Cover letters recruiters എന്താണ് നോക്കുന്നത് എന്നാണ് നമ്മൾ പറയേണ്ടത്. റീഡബിലിറ്റി. ഫസ്റ്റ് പോയിന്റ് ഇസ് റീഡബിലിറ്റി. വായിക്കാൻ is there any grammatical errors, is there any spelling errors, അത് എത്ര സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റീഡബിലിറ്റി ഓഫ് ദ ലെറ്ററിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് റിട്ടൺ ദ കവർ ലെറ്റർ ഇൻ സിമ്പിൾ ലാംഗ്വേജ് ബട്ട് സ്പെസിഫിക് ലാംഗ്വേജ്. ഓക്കെ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ എക്സ്പ്രഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആക്കി വെച്ചുകൊണ്ട് ഒരു കവർ ലെറ്റർ എഴുതണം. Then a sense of applicant's personality.
Always the recruiter will be looking for clues like, is this person apt for this job? Is this person, are you apt for the company? ഈ കമ്പനീൻ്റെ എത്തിക്സിനെ പറ്റിയ ആളാണോ? ഈ കമ്പനീൻ്റെ വർക്കിനെ കണ്ടിന്യൂ ചെയ്യാൻ, ഈ കമ്പനീൻ്റെ വർക്കും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരാളാണോ നിങ്ങൾ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കവർ ലെറ്ററിൽ ഒരു സൂചനയായിട്ട് ഉണ്ടോ എന്ന് റിക്രൂട്ടേഴ്സ് നോക്കും. ഹൗ യു ഫൗണ്ട് ഔട്ട് അബൌട്ട് ജോബ് ഓപ്പണിംഗ്? ഈ ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഇറ്റ്? ഇതിന് അത് വളരെ ഓണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കവർ ലെറ്ററിൽ എന്തായാലും പറയേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ട് വഴിയാണോ അറിഞ്ഞത്? ന്യൂസ് പേപ്പർ വഴിയാണോ അറിഞ്ഞത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ? ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടും ക്ലിയർ ആയിട്ടും കൊടുക്കുക. വാട്ട് യു ഹാവ് ടു ഓഫർ ആൻഡ് വാട്ട് മേക്സ് യു പ്രൊഡക്റ്റീവ്? You must answer the question, why should the HR manager consider you as a strong candidate for this position? Okay. എന്തിനാ, what have you to offer them? Like, what do you have to offer them? നിങ്ങൾ എങ്ങനെ പ്രൊഡക്റ്റീവ് ആണോ? വൈ ഷുഡ് ദേ കോൾ യു ഫോർ എൻ ഇന്റർവ്യൂ? നിങ്ങളൊരു അസറ്റ്, ആ കമ്പനിക്ക് ഒരു അസറ്റ് ആവോ? ഇങ്ങനെയുള്ള എന്താ പറയാ, ക്ലൂസ് ഒക്കെ, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എവിഡൻസ് ദാറ്റ് യു ഹാവ് റിസർച്ച്ഡ് അബൌട്ട് ദ കമ്പനി. ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളൊരു ക്ലൂ കൂടെ അതിലുണ്ടാവണം. ബിക്കോസ് ഇഫ് യു ആർ സില്ലി അബൌട്ട്, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ലുക്കിംഗ് ഫോർ എ ജോബ്, യു വിൽ റിസർച്ച് അബൌട്ട് ദ കമ്പനി. ഓക്കെ, എപ്പോഴും നമ്മളൊരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആ ഒരു കമ്പനീനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എങ്ങോട്ടാണോ നിങ്ങൾ അയക്കുന്നത് ആ ഒരു സ്ഥാപനത്തിലേക്ക്, ആ സ്ഥാപനത്തിനെ പറ്റിയിട്ട് നിങ്ങൾ റിസർച്ച് എപ്പോഴും ചെയ്യണം. Okay, otherwise it means that you are applying it out of just out of curiosity. വെറുതെ സില്ലി ആയിട്ട് അപ്ലൈ ചെയ്തു എന്നാണ് meaning. So by understanding that you have researched about the company, the HR manager will understand that you are serious about your application. Okay, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. We'll discuss format after discussing that example. Okay, or we'll discuss it along with this thing. Page number 239. Page number 239 letter A എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. So look at the format of a cover letter. It is basically the format of a formal letter. ആദ്യം തന്നെ your contact information, അതായത് from address കൊടുക്കണം, പിന്നെ date, then comes the to address or the employer's contact information. അതിനുശേഷം the major change in cover letter happens here, or what differentiate cover letter from a formal letter is the body of cover letter. ഇൻ പാരഗ്രാഫ് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പാരഗ്രാഫും ചിലപ്പോൾ 1-2 വരി മാത്രമേ ഉണ്ടാവുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് യുവർ ലെറ്റർ ഇസ് വെരി ബ്രീഫ്. സോ ഇൻ പാരഗ്രാഫ് 1 യു ഹാവ് ടു മെൻഷൻ വൈ യു ആർ റൈറ്റിംഗ്. ഓക്കെ, ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇൻ പേജ് നമ്പർ 239 ലെറ്റർ എ, first line നോക്കാം. I would like to apply for the position of full-time tennis coach advertised in the January edition of Sports Monthly. It is clearly mentioned why you are writing this letter. Okay, either he or she would like to apply for the position of full-time tennis coach. എന്ന് ആദ്യത്തെ വരിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, why are you writing this letter? അതേപോലെ തന്നെ how did you find out about this job opening എന്നുകൂടെ അതിൽ പറയുന്നുണ്ട്. Okay, so we have 2 questions answered in the same line. Para 2, what you have to offer them. നിങ്ങൾക്ക് എന്താണ് അവർക്ക്, how are you a strong candidate? How can you prove that you will be a strong candidate for this job? Look at the example. I feel I am well qualified for the position. I have a level 2 coaching certificate and I have 2 years of experience as a part-time tennis coach with Amritaraj Tennis School. I am enthusiastic and friendly person and I enjoy working with people both young and old. See how the person has crafted the letter. Experience ഉണ്ട് എന്ന് പറഞ്ഞു. Certification, she also mentions that she is well qualified for this job. And then she also mentions that she's enthusiastic, she is a friendly person and she enjoy working with young and old people.
ഇത്തരത്തിലുള്ള ക്വാളിറ്റീസും, അതായത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് പേഴ്സൺ, അതേപോലെ തന്നെ ആ ഒരു ആപ്ലിക്കന്റിന്റെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. what you have to offer them, ഈ ഒരു ക്വസ്റ്റ്യനും what you have to offer, what makes you productive, ഈ രണ്ട് കാര്യത്തിനുള്ള ഉത്തരവാണ് സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നത്. പാരാ 3 വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, അതേപോലെ തന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എവിഡൻസ് ദാറ്റ് യു ഹാവ് റിസർച്ച്ഡ് അബൌട്ട് ദ കമ്പനി, ഇത് കൊടുക്കാനും ഈ ഒരു കവർ ലെറ്റർ മടിക്കുന്നില്ല. Look at the third paragraph in the cover letter. A position with your club would give me the opportunity to work full time in the job that I love and to work with children. See, she has researched about this club. യങ്ങും ഓൾഡും, അതായത് ചിൽഡ്രൻ, കുട്ടികളുടെ കൂടെയും ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്യേണ്ടി വരും ഒരു ടെന്നീസ് കോച്ച് ആയിട്ട് എന്ന് ക്ലിയർ ആയിട്ടും ഈ ഒരു ആപ്ലിക്കന്റിന് അറിയാം. ദിസ് ആപ്ലിക്കന്റ് നോസ് അബൌട്ട് ദ ക്ലബ് ആൻഡ് ദ പീപ്പിൾ ഹൂ വിസിറ്റ് ദ ക്ലബ്. ഓക്കെ, അത് ഈ രണ്ട് പാരഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരവും കൂടെ അതിൽ കൊടുക്കുന്നുണ്ട്. ഐ വുഡ് ബി ഹാപ്പി ടു അറ്റൻഡ് എൻ ഇന്റർവ്യൂ അറ്റ് എനി ടൈം കൺവീനിയൻറ്റ് ടു യു. Always end your letter saying that you are willing to attend an interview. You are open for an interview. Okay. And close the letter. Yours sincerely എഴുതിയിട്ട് you can close the letter. Okay. This link below in this slide, the link I've given is a link for examples for cover letter. നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് പോരാ, കുറച്ചും കൂടെ നന്നായിട്ട് എക്സാമ്പിൾസ് കാണണം എന്നുണ്ടെങ്കിൽ you can go to this link and just view the examples. Just check out the examples and the tips given for a cover letter. നിങ്ങൾക്ക് കവർ ലെറ്റർ ഒക്കെ ഇനി ഒരുപാട് എഴുതേണ്ടി വരും. Make sure you learn it now, how to write a cover letter and how to write a curriculum vitae. That's all for today. Thank you.